അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. റിയാദുസ് സ്വാലിഹീൻ ഹദീസ് ക്ലാസ്. ഇന്ന് ഞങ്ങളെ ബാബ് 37ാമത്തെ ബാബ്, ബാബുൽ ഇൻഫാഖി മിമ്മ യുഹിബ്ബു വമിനൽ ജയ്യിദ്. ഞങ്ങൾ ഭാര്യ ഭർത്താക്കന്മാരെ കടമകൾ, അതുമായി സംബന്ധപ്പെട്ട് കുടുംബത്തെ നോക്കടെ, ഇത്തരം കാര്യങ്ങളെ സംബന്ധിച്ചുള്ള അതുകൊള്ള ശ്രേഷ്ഠതകൾ, അതൊക്കെ ഇബാദത്തുകൾ, അള്ളാഹുടെ അടുക്കൽ പ്രതിഫലമുള്ള കാര്യങ്ങൾ എന്നൊക്കെ വിവരിച്ചിട്ടും ഇണ്ടിപ്പോൾ ചൊല്ലെ ബാബുൽ ഇൻഫാഖി മിമ്മ യുഹിബ്ബു, ചെലവാക്കുമ്പോൾ അവൻ ഇഷ്ടപ്പെട്ടതിൽ നിന്ന് ചെലവാക്കണം. ഒമിനൽ ജയ്യിദ്, നല്ലതിൽ നിന്ന്. ചെന്നെങ്കിൽ ഞങ്ങൾ ഒരാൾക്ക് കൊടുക്കുമ്പോൾ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വസ്തു കൊടുക്കണം. അതുപോലെ കൊടുക്കുമ്പോൾ നല്ലത് കൊടുക്കണം എന്നുള്ളത്. ഞങ്ങൾക്ക് ആവശ്യമില്ലാത്തത് ഞങ്ങളുടെ എരിയൊക്കെ ജാഗയില്ല, അല്ലെങ്കിൽ ഞങ്ങൾക്കത് വേണ്ട, അതുകൂടെ ഞങ്ങൾക്ക് ഉപദ്ര പോലെ ഓടും. അങ്ങനെ കൊടുക്കുന്നത് വലിയ സ്വതക്ക എന്തും അല്ല. അത് ഞങ്ങൾക്ക് ഉപദ്ര അവിടേക്ക് അതിനെ നീക്കിക്കളയുക എന്നൊരു ഉദ്ദേശം മാത്രമേ ഉള്ളൂ. അതല്ല, ഞങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട് നക്ക് വേണൂട്ടിന്നത് ನಾನು കൊടുക്കണേ. അപ്പോൾ ആയിട്ടിക്കടെ യഥാർത്ഥ തക്കുണ്ട്. എന്നാൽ ഞങ്ങളെ മനസ്സ് അതരൊട്ടിಗೆ വലിയ മഹബത്തിക്കട് നക്കത് വേണം കൊടുക്കുക മനസ്സയിക്കില്ല. അങ്ങനെയുള്ളത് കൊടുക്കുമ്പോൾ ആയിട്ടിക്കട് ഏറ്റവും വലിയ പ്രതിഫലം അതുക്കുള്ളത്. മാത്രമല്ല ജയ്യിദ്, നല്ലത് കൊടുക്കണം. അല്ല, ഞങ്ങൾ പലതും എന്താക്കട, പല ആൾമാർക്ക് പറമ്പത്ത് കൊടുക്കുമ്പോഴത്തേക്ക് ഒന്ന് ഞങ്ങൾ ഇഷ്ടപ്പെട്ടത് കൊടുക്കില്ല. ഇഷ്ടപ്പെട്ടത് കൊടുക്കില്ലെന്ന് ഞങ്ങൾക്ക് അതിലൊട്ടൊക്കെ വലിയ താല്പര്യമുണ്ട്. അങ്ങനെയുള്ളത് കൊടുക്കുക എന്നുള്ളതായിട്ടിരിക്കും. രണ്ടാമത്തേത് ഞങ്ങൾ വേണ്ടാത്ത വസ്തു അല്ല, അപ്പോൾ കൊടുക്കുന്ന ആൾമാർക്ക് ഉപകാരപ്പെട്ടത്. ഇൻഷാ അല്ലാഹ് എന്തായിട്ടൊക്കെ അതിനെ സംബന്ധിച്ചുള്ള ആയത്തുകൾ, ഹദീസുകൾ ഇമാം നവവി റളിയല്ലാഹു അൻഹു അതിൽ ഫസ്റ്റ് ചില ആയത്ത് കൊണ്ടുവന്നു. ഖാലല്ലാഹു തആല ലൻ തനാലുൽ ബിർറ ഹത്താ തുൻഫിഖു മിമ്മാ തുഹിബ്ബൂൻ. നിങ്ങൾ ഗുണത്തെ എത്തിച്ചങ്ങാവില്ല എവിടത്തോളം കേട്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതിൽ നിന്ന് നിങ്ങൾ ചിലവാക്കണം എവിടത്തോളം. അല്ലെ, നിങ്ങൾക്ക് ഏറ്റവും അതിരൊട്ടിಗೆ പിരിസണ്ട് അങ്ങനെയുള്ള വസ്തുവിനെ നിങ്ങൾ കൊടുക്കുമ്പോൾ എനിക്ക് നല്ല എന്തായിട്ട് നല്ല ഒരു വസ്തു കണ്ടിട്ടുണ്ട്, അതിരൊട്ടിಗೆ വലിയ മഹബത്തുണ്ട്, ഇതിനെ ഞാൻ എന്താക്കണം, സ്വതക്കയാക്കണം. അപ്പോഴായിട്ട് അതൊക്കെ വലിയ കൂലിയുള്ളത്. ആലു ഇമ്രാൻ വഖാല തആല യാ അയ്യുഹല്ലദീന ആമനു അൻഫിഖൂ മിൻ ത്വയ്യിബാതി മാ കസബ്തും. ഓ മുഅ്മിനീങ്ങളെ, നിങ്ങൾ നയിച്ചുണ്ടാക്കിയതിൽ നിന്ന് നല്ലത് നിങ്ങൾ കൊടുക്കണം, ചെലവാക്കണം. വമിമ്മ അഖ്റജ്നാ ലക്കും മിനൽ അർദ്, ഭൂമിയിൽ നിന്ന് നിങ്ങൾക്ക് പുറപ്പെടുവിച്ച് തന്നത്. അല്ലേ, വസ്തുക്കളൊക്കെ ഞങ്ങളുടെ ആഹാര വസ്തുക്കളൊക്കെ ഭൂമിയിൽ നിന്നായിട്ടുണ്ട് അവിടെ. അപ്പോൾ അതിൽ നിന്ന് കൃഷികളുണ്ടാക്കി അതിൽ നിന്നുണ്ടാവുന്നതായ ഫലവസ്തുക്കളാവട്ടെ, ചീയകായത്, പിന്നെ പുലുവായത്, ഇങ്ങനെയുള്ള ആർക്കും വേണ്ടാത്തതെല്ലാം കൊടുക്കേണ്ടത് നല്ലത് കൊടുക്കണം. വലാ തയമ്മമുൽ ഖബീസ മിൻഹു തുൻഫിഖൂൻ, അതാ അതിൽ നിന്ന് വേണ്ടാത്തത്, മോശമായത് അത് ചിലവാക്കുമല്ല. അപ്പം ഞങ്ങൾ കൊടുക്കുമ്പോൾ എന്താക്കണം, നല്ലത് കൊടുക്കണം എന്നുള്ളതാണ്. അപ്പോൾ അതെന്താ അവിടെ ശരിയായ പ്രതിഫലമുള്ള, വലിയ പ്രതിഫലമുള്ള സ്വതക്കയവിടെ എന്നുള്ളത്. ഇനി ഇതിനെ സംബന്ധിച്ച് വന്ന ഒരു ഹദീസ് ഉണ്ട് ഈ ബാബിൽ, ഒരു ഹദീസുള്ള. ഇൻഷാ അല്ലാഹ് ആ ഹദീസ് ക്ലാസ്സിൽ നീണ്ടുപോ. ഇൻഷാ അല്ലാഹ് അത് ഞങ്ങൾക്ക് എടുക്കാം. 297ാമത്തെ ഹദീസ്. അൻ അനസ് റളിയല്ലാഹു അൻഹു ഖാല, മഹാനായ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു ആയിട്ടിരിക്കുന്ന ഈ ഹദീസ് ഉദ്ധരിക്കണം. ഇപ്പം ഇത് ഞങ്ങൾ തുടക്കത്തിൽ ഓതി വെച്ച ആയത്തുമായി ബന്ധമുള്ള ഒരു ഹദീസായിട്ടിരിക്കുന്നത്. എന്തായിട്ടിക്കടെ ഈ ഹദീസിലുള്ളത്, ഈ ആദ്യത്തെ ആയത്ത് സൂറത്ത് ആലു ഇമ്രാനിലെ 92ാമത്തെ ആയത്ത്, ലൻ തനാലുൽ ബിർറ ഹത്താ തുൻഫിഖൂ മിമ്മാ തുഹിബ്ബൂൻ, നിങ്ങൾ ഇഷ്ടപ്പെട്ടതിൽ നിന്ന് ചെലവാക്കിടത്തോളം നിങ്ങൾ ഒരിക്കലും യഥാർത്ഥ മുഅ്മിനാവില്ല എന്ന ഈ ആയത്ത്. ഈ ആയത്ത് ഇറങ്ങിയപ്പം അവിടെ ഇന്നൊരു സ്വഹാബി, അബൂ ത്വൽഹാൻ്റായിട്ടിക്കട, ആ സ്വഹാബിയുടെ പേര്, അയാൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു തോട്ടായിട്ടിന്ത് എന്തിരെ ബൈറുഹ എന്നുള്ള തോട്ട. ബൈറഹ ചൊല്ല തോട്ട, അത് മദീനത്തെ പള്ളിയുടെ എതിർള്ള തോട്ട. നബി തങ്ങ അതൊക്കെ പോയോണ്ടിരുന്നത്, അതിൽ നിന്ന് തന്നി കുടിച്ചോണ്ടിരുന്നത്. അപ്പം ഈ ആയത്തിറങ്ങിയപ്പോൾ അൽജന്ത് നബിയെ
അള്ളാഹ് ഖുർആനിൽ ഇങ്ങനെയല്ലേ ചൊല്ലേ, എൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട തോട്ട ഇത് അള്ളാഹുക്ക് വേണ്ടി ഞാൻ സ്വതക്കയാക്കണേ, నాకు ఆఖిరతలో అదే ప్రతిఫలం కిట్టను ఎంగనే బేను నబియే നിങ്ങൾ അങ്ങനെ ആക്കോറും. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതൊക്കെ ചൊന്നു കൊടുക്കും, കുടുംബക്കാർ ഞങ്ങളെ അടുത്ത കുടുംബക്കാർക്ക് ഓതി വെച്ച് കൊടുക്കുക എന്നുള്ളത്. അപ്പോൾ ഈ ഒരു സംഭവം മഹാനായ ആ സ്വഹാബി ഈ ആയത്തിറങ്ങിയപ്പോൾ അയാളെ തോട്ടത്തിൽ നിന്ന് ഏറ്റവും അയാൾക്ക് ഇഷ്ടപ്പെട്ട തോട്ട, ആ തോട്ടത്തന്നെ അയാൾ സദക്കയാക്കി. എന്നിട്ട് അത് എന്തിനാക്കുന്നു നബി തങ്ങളോട്ട് ഏൽപ്പിച്ചത്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതൊക്കെ അതിലെ എന്താ ഇത് ഇങ്ങനെ നിൻ്റെ കുടുംബക്കാർക്ക് ഓഹരി വെച്ച് കൊടു എന്ന് കാട്ടിക്കൊടുത്തത്. ഇൻഷാ അല്ലാഹ് ഹദീസ് നമുക്ക് നോക്കാം. വാൻ അനസിൻ അൻ അനസിൻ റളിയല്ലാഹു അൻഹു ഖാല, അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു ചൊല്ലെ, കാന അബൂ തൽഹ റളിയല്ലാഹു അൻഹു അക്സറുൽ അൻസാരി ബിൽ മദീനത്തി മാലൻ മിൻ നഖ്ൽ. അബൂ തൽഹ റളിയല്ലാഹു അൻഹു മദീനത്തിൽ ഈത്ത പോലത്തെ തോട്ട ചുമയുന്ന വ്യക്തിയായിട്ട് സ്വഹാബിയായിട്ട്. വക്കാന അഹബ്ബു അമ്വാലിയിലേഹി ബൈറഹ, അയാളെ തോട്ടത്തിൽ വെച്ച് അയാൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട തോട്ടം ഏത് കേട്ടും ബൈറഹ എന്ന് ചൊല്ലെ തോട്ടായിട്ട് അതിലെ തോട്ടത്തെ പേര്. വക്കാനത്ത് മുസ്തഖ്ബിലത്തൽ മസ്ജിദ്, അത് മദീനത്തെ പള്ളിയുടെ ഓപ്പോസിറ്റിലായിട്ട് ആ തോട്ടം. വക്കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യദ്ഖുലുഹ, ആ തോട്ടത്തിൽ നബി തങ്ങൾ പോയോണ്ടിരുന്നു. വയശ്റബു മിമ്മാ ഇൻ ഫീഹാ തയ്യിബിൻ, അതിൽ നല്ല തണ്ണി, ആ തണ്ണി നബി ശുദ്ധ തണ്ണി, അതിൽ നിന്ന് നബി തങ്ങൾ കുടിച്ചോണ്ടിരുന്നു. ഖാല അനസുൻ, മഹാനായ അനസ് റളിയല്ലാഹു അൻഹു ചൊല്ലെ, ഫലമ്മാ നസലത് ആദിഹിൽ ആയ, ഈ ആയത്തിറങ്ങിയപ്പോൾ ഏതിനങ്ങ ഈ ബാബയുടെ തുടക്കത്തിൽ ഓതി വെച്ച ആയത്തുണ്ടല്ലോ, ലൻ തനാലുൽ ബിർറ ഹത്താ തുൻഫിഖു മിമ്മാ തുഹിബ്ബൂൻ, നിങ്ങൾ ഇഷ്ടപ്പെട്ടതിൽ നിന്ന് നിങ്ങൾ ചെലവാക്കുമ്പോൾ നല്ലത് ചെയ്തങ്ങ എന്ന് നിങ്ങളെ ചൊല്ലെ. നിങ്ങൾ നല്ലത് ചെയ്തങ്ങ ആവുന്നുണ്ട് കണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതിൽ നിന്ന് ചെലവാക്കണം. ഈ ആയത്തിറങ്ങിയപ്പോൾ ഖാമ അബൂ തൽഹ ഇലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അബൂ തൽഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മുട്ട പോയിട്ട് ഫഖാല, എന്നിട്ട് യാ റസൂലല്ലാഹ്, അള്ളാഹിൻ്റെ റസൂലെ, ഇന്നല്ലാഹ തആല അൻസല അലൈക, അള്ളാഹു ഖുർആനിൽ നിങ്ങൾക്ക് ഇങ്ങനത്തെ ആയത്തിറക്കില്ലേ, ലൻ തനാലുൽ ബിർറ ഹത്താ തുൻഫിഖു മിമ്മാ തുഹിബ്ബുൻ, ഈ ആയത്തിറക്കില്ലേ, വഇന്ന അഹബ്ബ മാലി ഇലയ്യ ബൈറഹ, എൻ്റെ തോട്ടത്തിൽ നിന്ന് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ബൈറഹ എന്ന് ചൊല്ലുന്ന തോട്ടം. വഇന്നഹാ സദഖത്തുൻ ലില്ലാഹി തആല, അത് അള്ളാഹുക്ക് വേണ്ടി സദഖ. അർജു ബിർറഹ, അതിലെ ഗുണത്തെ ഞാൻ ആഗ്രഹിക്കുക. വദുഖ്റഹ, അത് സൂക്ഷിച്ച് വെക്കലിനെ, അതിൻ്റെതായ ഖൈർ, അതിലെ പ്രതിഫല ഇൻദല്ലാഹി തആല, അള്ളാഹിൻ്റെ അടുക്കൽ അതിലെ പ്രതിഫല. വദുഖ്റഹ, അതിലെ പ്രതിഫല ഇൻദല്ലാഹി, അള്ളാഹുടെ അടുക്കൽ അതിലെ പ്രതിഫല അവിടെ എനിക്ക് പോകണം. അപ്പോൾ അതിൽ സദഖയാക്കണം, അതായിട്ടിട്ട് അതിൽ നിന്ന് എനിക്ക് ഖൈർ കിട്ടണം, പ്രതിഫലം കിട്ടണം, അതാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. നബി, അള്ളാഹു നിങ്ങൾക്ക് എങ്ങനെ കാണിച്ചു തണ്ടാന, എങ്ങനെ അറിയിച്ചു തണ്ടാന, ആ രീതിയിൽ ആ ആ തോട്ടത്തെ നിങ്ങൾ ആക്കിയോളൂ. ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബഖിൻ, അപ്പം നബി തങ്ങ ചെന്ന് ബഖിൻ ചെന്നെങ്കിൽ എന്തെങ്കിലും ഒരു നല്ല കാര്യം ഉണ്ടാകുമ്പോൾ ഒരു ഉപയോഗമാക്കിയിട്ട് ഒരു പൊലക്കായിട്ടിക്കിട്, സന്തോഷത്തോടു കൂടെ നല്ല കാര്യം ഉണ്ടായിട്ടാകുമ്പോൾ ചൊല്ലിട്ട് ഒരു പൊലക്കായിട്ടിക്കിട് ബഖിൻ എന്നത്. ദാലിക മാലുൻ റാബിഹുൻ, അതായിട്ടിക്കിട് നല്ല മുതൽ, ഇത് ദാലിക മാലുൻ റാബിഹുൻ, അതായിട്ടിക്കിട് റാബിഹായ മുതൽ. റാബിഹിച്ചെന്നെങ്കിൽ എന്തായിട്ടിക്കിട് അത് അതിലെ ഉപകാരം എപ്പോഴും നിങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കണം. റായിഹുന്നുണ്ട്, റാബിഹുൻ എന്നുണ്ട് അല്ലേ, അതിലെ ഉപകാരം നിങ്ങൾക്ക്, അതായത് ലാഭമുള്ളത്, അതിലെ ഉപകാരം എപ്പോഴും നിങ്ങൾക്ക് കിട്ടിയോണ്ടിരിക്കരുത്. ജനറൽ ഉദ്ദേശം ഒന്ന് തന്നെ ആയിരിക്കണം. ലാഭമുള്ളതും ചെന്നെങ്കിലും അതിലെ ഉപകാരം നിങ്ങൾക്ക് അടിച്ച് കിട്ടിയോണ്ടിരിക്കരുത് എന്നുള്ളത്. അപ്പോൾ അത് സമയത്തു മാ കുൽത്ത, അവിടെ റാബിഹുൻ എന്നും റാഹിഹുൻ, റായിഹുൻ, ഇയാൾക്ക് ഇവിടെ ഭാഗത്തോടെ രണ്ട് പുള്ളി വന്നിട്ട്, അപ്പോൾ അതിൽ ഉപകാരം കിട്ടുകൊണ്ടിരിക്കരുത് എന്നർത്ഥം. അങ്ങനത്തെ മുതലത്, കാരണം അള്ളാഹുടെ ദീനക്ക് അള്ളാഹുക്ക് വേണ്ടി നിങ്ങൾ സദക്കയാക്കില്ലേ, അപ്പോൾ അതിൽ ഉപകാരം നിങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കും. ഒക്കത് സമയത്തു മാ കുൽത്ത, നിങ്ങൾ ചൊന്നത് നക്ക് കേട്ട്. വൈന്യ അറ, ഞാൻ അഭിപ്രായപ്പെട്ട അന്തജഅല ഫിൽ അഖ്റബീൻ, അത് അടുത്ത കുടുംബക്കാർക്കാക്കി കൊടുക്കല്ലേ. ഫഖാല അബൂ തൽഹ അഫ്അലു യാ റസൂലല്ലാഹ്, അപ്പോൾ ചെന്ത നബിയെ ഞാൻ അങ്ങനെ ആക്കടേ. ഫഖസ്സമ അബൂ തൽഹ ഫി അഖാരിബിഹി, അയാളെ അടുത്ത കുടുംബക്കാർക്ക് ഓതി വെച്ച് കൊടുത്തു. വബനി അമ്മിഹി, അയാളെ വാപ്പൻ്റെ സഹോദരൻ്റെ മക്കൾക്കും അതിൽ വിഹിതിച്ച് കൊടുത്തു. അപ്പോൾ ഈ ആയത്തിറങ്ങിയപ്പോൾ ഏത് ഞങ്ങൾ തുടക്കത്തിൽ ഓതി വെച്ച ആയത്ത്, ലൻ തനാലുൽ ബിർറ
ഹത്താ തുൻഫിഖൂ മിമ്മാ തുഹിബ്ബൂൻ. നിങ്ങൾക്ക് ഇഷ്ടന്നതിൽ നിന്ന് നിങ്ങൾ ചിലവാക്കിടത്തോളമേ ചിലവാക്കുമ്പോൾ നിങ്ങൾ യഥാർത്ഥമായി നീ എന്താക്കട് നല്ലത് ചെയ്തങ്ങാവൂറേ. നിങ്ങൾക്ക് സദഖ ചെയ്ത ഏറ്റവും നല്ല അള്ളാഹുടെ ദീനിക വേനായി ചിലവാക്കിയ പ്രതിഫലം കിട്ടും. ആയത്തിറങ്ങിയപ്പോൾ അബൂ ത്വലായാൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ആ തോട്ടത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കയ്യിലേൽപ്പിച്ചിട്ട് കുടുംബക്കാർക്ക് അതിൽ വിഹിതിച്ചിട്ടും കൊടുത്തു. അപ്പോൾ ആ സ്വഹാബാക്കളെ മനസ്സ് നിങ്ങൾ നോക്കറോ. അതുകൊണ്ടാണ് നബി തങ്ങൾ ചെന്നത് എൻ്റെ സ്വഹാബാക്കളെ പറയുക നിൽക്കണ്ട. അങ്ങ് ഒരു പിടി സദക്കയാക്കിയത് നിങ്ങൾ എത്ര സദക്കയാക്കിയെന്ന് കണ്ടെങ്കിലും ആ വലിയ ഉഹുദ് പർവ്വത്തുണ്ടല്ലേ, ഉദ്ദത്തുൽ നിക്കട ആ വലിയ പർവ്വത അത്ര റാശി നിങ്ങൾ ബംഗാറ് ചിലവാക്കിയെങ്കിലും എൻ്റെ സ്വഹാബാക്കൾ ഒരു പിടി ചിലവാക്കിയതൊക്കെ സമാനാവലാണ്. അത്ര ദീനക്ക് ആവശ്യമുള്ള സമയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കഷ്ടത്തെ സമയം നബി തങ്ങളൊട്ടുകു അങ്ങ് എല്ലാത്തുക്കും റെഡിയായി അള്ളാഹുടെ ദീനക്ക് വേണ്ടി ചിലവാക്കിയായിട്ടില്ല. വലിയ മനസ്സായിട്ടിരിക്കുന്ന സ്വഹാബാക്കളത് അങ്ങ് വലിയ സ്ഥാനത്തായിട്ടിരിക്കുന്നത് അള്ളാഹു അങ്ങനൊക്കെ ബറക്കത്തുകൊണ്ട് ഞങ്ങളെല്ലാം സ്വാലിഹ്യങ്ങളിൽ അള്ളാഹു ഉൾപ്പെടുത്തട്ടെ. അങ്ങനെ കൂടെ സ്വർഗത്തിൽ പ്രവേശിക്കുക അള്ളാഹു തൗഫീഖ് തരട്ടെ. ആമീൻ യാ റബ്ബൽ. അപ്പോൾ ഇതിൽ മാലുൻ റാബിഹുൻ എന്ന് റുവിയ ഫി സ്വഹീഹൈനി റാബിഹുൻ വ റായിൻ ബിൽ യാഇൽ ബിൽ ബായിൽ മുവഹദ വ ബിൽ യാഇൽ മുസന്നാത്തി. അത് ബാ കൊണ്ട് യാ കൊണ്ടുണ്ട്. റാഹിയുൻ അലൈക്ക നഫു അതിൻ്റെ ഉപകാരം നിങ്ങൾക്ക് അടിച്ച് കിട്ടിയോണ്ടിരിക്കുന്നത് ബീഷോണ്ടിരിക്കുന്നത്. ബൈറഹാ ജനിങ് ഹദീഖത്തു നഖ്ൽ ഈത്ത പോലത്തെ തോട്ടാണ്. ഉറുവിയ ബിക്കസിരിൽ ബായി വ ഫത്തിഹ. ബൈറഹ ഉണ്ടും ബീറഹ ഉണ്ടും റിവായത്താക്കി. അപ്പോൾ ആ തോട്ടത്തെ പേരായിട്ടിരിക്കുന്നത് അള്ളാഹു ഞങ്ങളെ അവൻ്റെ സ്വാലിഹ്യങ്ങളിൽ പെടുത്തട്ടെ, ഖൈറുടെ അഹ്ലുകാരിൽ പെടുത്തട്ടെ. ഈ ഹദീസൊക്കെ ഞങ്ങൾ കേൾക്കുന്നത് ബറക്കത്ത് കൊണ്ട് അള്ളാഹു ഞങ്ങളൊക്കെ അവൻ്റെ സജ്ജനങ്ങളിൽ പെടുത്തി അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.